ഇതാണ് ഇടുക്കിയിലെ ഒരു ചെറിയ ഗ്രാമം. ഇവിടെ ഈ നാടിനെ സംരക്ഷിക്കാൻ ഒരേ ഒരു ഡിറ്റക്റ്റീവേ ഉള്ളൂ, ഡിറ്റക്റ്റീവ് ജോൺസ്. അവൻ അന്തരിച്ചാൽ ഈ നാടിന് പിന്നെ എന്തു പറ്റുമെന്ന് നമുക്ക് കാണാം. വരൂ. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്ത്? ഞാനിതാ ഇപ്പൊ തന്നെ വരാം. എന്താ പറ്റിയേ? സാറേ, അറിയില്ല സാറേ. രാവിലെ തൊട്ട് എൻ്റെ കൂട്ടുകാരനെ കാണാനില്ല. അവൻ എവിടെ പോയി എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം പ്ലീസ് സാറേ, എങ്ങനെയെങ്കിലും. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട. കൂട്ടുകാരൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറ സാറേ. കൂട്ടുകാരൻ്റെ പേര് അജിത്ത്. അവന് 25 വയസ്സേ ഉള്ളേ. അവൻ ഈ തൊട്ടിപ്പുറത്തൊരു ഗാർഡൻ ഉണ്ട്, അവിടെ അവൻ എപ്പോഴും പോയി ഇരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം പോയതാ, പിന്നെ അവനെ കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട. ആ ഗാർഡൻ എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ അവിടെ പോയി അന്വേഷിച്ച് നോക്കാം. സാറേ, ആ ഗാർഡൻ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട്. സാറ് പെട്ടെന്നൊന്ന് ചെല്ലണം. ഓക്കെ, വിഷമിക്കണ്ട, ഞാൻ ഇപ്പോൾ തന്നെ അല്ല. ഓക്കെ, അവൻ പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ആ ഗാർഡൻ. എങ്ങനെയെങ്കിലും പോയി അവൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കണം. ആ ചെറുക്കന് 25 വയസ്സുള്ളൂ. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. അങ്ങനെ കേസ് അന്വേഷിക്കാൻ ആ ഡിറ്റക്റ്റീവ് എന്നും അവിടെ ആ ഗാർഡനിൽ പോയി അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ച് ഒരു ദിവസം, ഇന്നെങ്കിലും ആ ചെറുക്കനെ കണ്ടുപിടിക്കണം. നേരെ ആ ഗാർഡനിലോട്ട് പോവാം. എടാ ഡിറ്റക്റ്റീവ് ജോൺസാ, നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നതാ. ആ പയ്യനെ ഞാൻ തന്നെ കൊന്നേ. ദാ ഈ കത്തി ഉപയോഗിച്ച് അവനെ കൊന്ന പോലെ നിന്നെ ഞാൻ കൊല്ലൂടാ. അങ്ങനെ ജോൺസ് അന്തരിച്ചു. അങ്ങനെ ആ ക്രൂരനായ ഗാർഡനർ അവൻ്റെ ബൈക്കിൻ്റെ താക്കോലൂരി അവൻ്റെ ഗാർഡനിലേക്ക് നേരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഗാർഡനർ കുറച്ച് ആൾക്കാരെ കൊന്ന സ്ഥലത്ത് ആ ജോൺസിൻ്റെ ബൈക്കിൻ്റെ താക്കോൽ കുഴിച്ച് മൂടി. അങ്ങനെ ആ സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. ജോൺസിനൊരു പിൻഗാമി കൂടി. എന്ത് തണുപ്പായിരിക്കും ഇവിടെയൊക്കെ. ഡാഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നൊന്നും വെളിയിൽ ഇറങ്ങരുതെന്ന്. ഡാഡി അങ്ങനെ പറയരുത്, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഭയങ്കര തണുപ്പുണ്ട് ഇവിടെയൊക്കെ. ഈ സ്ഥലത്തോട്ടാണോ ഡാഡി ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞത്? ആ ഡാഡിയുടെ ബൈക്കല്ലേ അതൊക്കെ. പോട്ടെ, ഡാഡി എവിടെ? അങ്ങനെ അവൻ ഒരാളുടെ അടുത്ത് ചെന്ന്, ക്ലിൻറ്റൻ മാമ, എൻ്റെ പപ്പ ജോൺസ് എവിടെ? അവനൊക്കെ എന്നോ മരിച്ചടാ. ഇനി നീ അവനെ തപ്പിയിട്ട് ഒരു കാര്യമില്ല. പപ്പ മരിച്ചോ? പപ്പ, എൻ്റെ പപ്പ ഇല്ലാതെ എനിക്കിതൊന്നും പറ്റില്ല. എൻ്റെ പപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, എനിക്ക് ഉറപ്പാ. എൻ്റെ പപ്പയെ ഞാൻ കണ്ടുപിടിക്കും. എൻ്റെ പപ്പ. അങ്ങനെ ജോൺസിൻ്റെ മോൻ അജയ് അവൻ്റെ പപ്പയെ കണ്ടുപിടിക്കാൻ പോവുക.
അപ്പോഴത്തേക്കും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അടിക്കൂ. നമുക്ക് തിരിച്ച് കഥയിലേക്ക് പോവാം. എൻ്റെ പപ്പയെ കൊന്നവനെ ഞാനും കൊല്ലും. ഇത്രയും നാൾ ഞാൻ വീട്ടിൽ എൻ്റെ ടേബിളിലിരുന്ന് ഞാൻ റിസർച്ച് ഇരുന്നുണ്ടാക്കിയ ആ സാധനം പുറത്തെടുക്കാൻ സമയമായി. യെസ്, മൈ 91 പിസ്റ്റൾ. എത്രയോ സമയമായി ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. ഇന്നാണ് ഇതിനൊരറുതി വന്നത്. എൻ്റെ പപ്പയെ കൊന്നത് ആരാണോ അവനെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടും. ഇത് ഈ അജയിൻ്റെ വാക്ക്. അങ്ങനെ അജയായി ഈ നാടിനെ സംരക്ഷിക്കേണ്ട നെക്സ്റ്റ് ഡിറ്റക്റ്റീവ് അജയ്. ഇനി നമുക്ക് അവൻ്റെ പപ്പയെ അവൻ കണ്ടുപിടിക്കോ ഇല്ലയോ എന്ന് നോക്കാം. വരൂ. അങ്ങനെ എത്രയോ നാളുകൾക്ക് ശേഷം എൻ്റെ സ്വപ്നം ഞാൻ വീട്ടി. എൻ്റെ പപ്പയുടെ അതേപോലെ ഞാനും ആയി ഡിറ്റക്റ്റീവ്. ഇനി തൊട്ട് ഈ നാടിനെ സംരക്ഷിക്കാൻ ഒരേ ഒരു രാജാവ്, ഈ അജയ്. ഇതല്ലേ എൻ്റെ പപ്പനെ കൊന്ന ഗാർഡൻ. ഈ ഗാർഡനിൽ വെച്ചല്ലേ എൻ്റെ പപ്പ മരിച്ചത്. ഇനിയിപ്പോ എന്ത് വെട്ടണം? എടാ അജയ്, ജോൺസിന്റെ മോനെ കാണാൻ വേണ്ടി ഇരിക്കരുന്നു. ഞാൻ എന്ത് വെട്ടണോന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ബാബാ വെട്ടിക്കേറ്റി തരാവനാ വെട്ടിയ പോലെ. എൻ്റെ അച്ഛനും നീ കൊണ്ടുണ്ടാവും, പക്ഷെ എന്നെ കൊല്ലുമെന്ന് ആര് പറഞ്ഞടാ? നിന്നെ ഞാനടാ കൊല്ലാൻ പോകുന്നത്. ഈ തോക്കടാ, ഇതിൻ്റെ മുന്നിൽ നീ ഒന്നും നിൽക്കൂലടാ. പ്ലീസ് എന്നെ കൊല്ലരുത്. എടാ പ്ലീസ് എന്നെ കൊല്ലരുത്. എടാ പ്ലീസ് എടാ, എന്നെ വെറുതെ ഇട്ടേക്ക് പ്ലീസ്. നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലടാ. നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ എൻ്റെ അച്ഛനെ നീ കൊന്നത്. സോ ഗുഡ് ബൈ. അങ്ങനെ ആ ക്രൂരനായ ഗാർഡനർ അന്തരിച്ചു. എൻ്റെ അച്ഛൻ്റെ ബൈക്കിൻ്റെ താക്കോല് ഇവിടെ താക്കോല് ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഞാൻ തപ്പട്ടെ. എവിടെ ഉണ്ട്? അവിടെ എന്താ കുഴിച്ചിട്ട പാട്? ദൈവമേ, അതെൻ്റെ അച്ഛൻ്റെ താക്കോലായിരിക്കണേ. ഞാൻ നോക്കട്ടെ. ഇവിടെയാണ് എന്തോ കുഴിച്ചിട്ടതിൻ്റെ പാടുള്ളത്. പെട്ടെന്ന് മാന്ത്. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു എവിഡൻസ്, എൻ്റെ അച്ഛൻ്റെ ബൈക്കിൻ്റെ താക്കോല് എവിടെ പോയി കിടക്കുക? യെസ്, അവസാനം അത് എൻ്റെ അച്ഛൻ്റെ ബൈക്കിൻ്റെ താക്കോല്. യെസ്, ആ ഗാർഡനർ എൻ്റെ അച്ഛനെയും കൊന്ന് എൻ്റെ അച്ഛൻ്റെ ബൈക്കിൻ്റെ താക്കോലും ഇവിടെ കുഴിച്ചിട്ട് പോയി മുങ്ങി. എൻ്റെ അച്ഛൻ്റെ ബൈക്ക് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞങ്ങൾ നിൻ്റെ അച്ഛൻ്റെ ബൈക്ക് പൊടിക്കുക. ഞാൻ അതിനെൻ്റെ കുക്കിന് ചെയ്യാനുണ്ടായി സമ്മതിക്കില്ല. ഇതല്ലേ നിങ്ങൾ അന്വേഷിക്കുന്ന ആ ബൈക്കിൻ്റെ താക്കോല്? ഇത് ആ ബൈക്കിന് എനിക്ക് സ്വന്തം. ഇങ്ങോട്ട് മാറടാ. ഇതിനാ കൂളിംഗ് ഗ്ലാസ് ഞാൻ തേടി കണ്ടുപിടിച്ച സാധനം എനിക്ക് കിട്ടി. അച്ഛാ, എൻ്റെ അച്ഛൻ്റെ ബൈക്ക് മണ്ണും പൊടിയും പിടിച്ച് ഇവിടെ കിടപ്പുണ്ട്. ഞാൻ തേടി നടന്ന് അന്വേഷിച്ച എൻ്റെ സാധനം, എൻ്റെ സാമ്രാജ്യം ഇനി ഇതാണ്.
ഞാൻ തേടി നടന്ന എൻ്റെ ബൈക്ക്, എൻ്റെ അച്ഛൻ്റെ ബൈക്ക് ഇവരെല്ലാവരും കൂടി പൊളിക്കുന്നതിന് മുന്നേ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഈ ബൈക്ക് എനിക്ക് സ്വന്തം. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ മുതൽ ഞാൻ ഓടിക്കാൻ വേണ്ടി പോവുക. എൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു സാമ്രാജ്യം ഈ ബൈക്ക്. ഞാനല്ലെങ്കിൽ പിന്നെ ആരോടിക്കാനാ? ഗുഡ് ബൈ. ഇനി ഞാൻ ഇടുക്കിയിൽ തന്നെ ഇല്ല. ഈ ഇടുക്കിയിൽ വെച്ചാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായേ. ഇനി ഞാൻ ഈ ഇടുക്കിയിൽ തന്നെ വരുന്നില്ല.